ഹലോ, എന്തൊക്കെ എല്ലാവരും വർത്താനം. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഒരു ബിരിയാണി വെക്കണ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ മസാല കൂട്ടിയാണ് കോഴി പൊരിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉള്ളി ഉള്ളൂ, അപ്പോൾ അത് മൂപ്പിച്ചെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിന് കേട്ടോ, അതൊക്കെ കയ്യിൽ നിന്ന് മിസ്സായി പോയിക്കണം. പിന്നെ ആ കോഴി പൊരിച്ച എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്യാസിന്മേൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം എണ്ണ പാർന്നുകൊണ്ട് കുറച്ച് നെയ്യും പാർന്നിക്കണം. പിന്നെ ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അതിൽ ചോറ് വറ്റിച്ചാണ് വെക്കുന്നത്. വട്ടത്ത് ചോറാക്കി വെക്കുകയാണ്. പിന്നെ തക്കാളി, മല്ലിച്ചപ്പ് ഇപ്പിടില്ല, തക്കാളി ഇട്ട് കൊടുക്കുക. അരി നല്ലോണം തിളച്ചപ്പോൾ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം? നിങ്ങളൊക്കെ എങ്ങനെ വെക്കൽ? വറ്റിച്ചാണോ അതോ തിളപ്പിച്ചൂറ്റിയ വെക്കൽ? അങ്ങനെ വെക്കുമല്ലോ ചിലവിൽ. ഇവിടെ ഞാൻ തിളപ്പിച്ചൂറ്റിനെ വെക്കൽ. പക്ഷേ ഇപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ്. വറ്റിച്ച് വെച്ചാൽ എളുപ്പമുണ്ടല്ലോ. നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഒട്ടിപ്പൊടിച്ചൊരു നാരങ്ങ പിഴിഞ്ഞിൻ്റെ തോലില്ലേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് നല്ലോണം വഴറ്റി മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് വെക്കുള്ളൂ കേട്ടോ, കുറേയൊന്നും വെക്കണില്ല. 1 കിലോ അരി 1 കിലോ കോഴിയുള്ളൂ. വൈക്കിലതേ ഉണ്ടാക്കുള്ളൂ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ടെടുത്തണം. അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റണം. അതിൻ്റെ ഇടയിൽ ചോറ് നോക്കുന്നുണ്ട് കേട്ടോ. ചോറ് വറ്റിച്ചെടുക്കണോണ്ട് അത് നോക്കണം. പിന്നെ അതിൽ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ കൊണ്ടല്ലേ വെക്കണത്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുട്ടികളെ കുട്ടികളെ വെച്ച് കേൾക്കണില്ലേ. അവർക്ക് കുട്ടികളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ റെക്കോർഡ് വോയിസ് കൊടുക്കുമ്പോഴേ. പിന്നെ കുറച്ച് തൈര് വാരുക. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ. പിന്നെ നാരങ്ങ നീര് കേട്ടോ, കുറച്ച് നാരങ്ങ നീരും പാർന്നിക്കണം. ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം പൊരിച്ചിട്ടൊന്നുമില്ല, അതിങ്ങോട്ട് വടിയാറക്കാൻ വേണ്ടി കൊണ്ട് ഇട്ടുകൊണ്ട് എണ്ണയിട്ട് കാച്ചിട്ട്. പിന്നെ ലാസ്റ്റത്തെ ഒരു വീഡിയോ മിസ്സായിട്ടോ, ദമ്മിടുന്ന വീഡിയോ മിസ്സായിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. ബൈ ബൈ. അമ്പലത്തിൽ